ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിനകത്ത് തന്നെ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാടി? പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് തരണം. ഒപ്പ് വീഴുന്ന നിമിഷം രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോകാം. അരുത്, തൊട്ടുപോരുത്. കുഞ്ഞേച്ചി, വാ ഇങ്ങോട്ട് വാ. എന്റെ വീട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീടും പറമ്പും നിങ്ങളുടെ പേരിൽ എഴുതി കിട്ടിയാ പോരെ? അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. പക്ഷേ ഇവരെ രണ്ടുപേരെയും വെറുതെ വിടണം. അപ്പോ ഒടുവിൽ നിനക്ക് ബോധോദയം ഉണ്ടായല്ലേ? ഇനിയും ഇവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തു തരാം. നമുക്ക് ഇത് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാ മതി. എഴുതി കൊടുത്തേക്ക്. ഞാൻ നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടമായി തന്നെ ഇരിക്കട്ടെ. കുഞ്ഞേച്ചി, നമ്മുടെ ഈ വീട് നമ്മളായിട്ട് തന്നെ കളയണമെന്നാണോ പറയുന്നത്? വിധിയുള്ളതേ നമുക്ക് ഉതകും മോളെ. ഈ വീടും പറമ്പും നമ്മളുമായിട്ട് ചേരുന്നില്ല. നമ്മളുമായിട്ട് ചേരാത്ത വീടിനെ നമുക്കെന്തിനാ? സത്യാമ്മയും അച്ഛനും ഇതെന്തായാലും ഉപേക്ഷിച്ചു. ഇനി ഇത് വെറുതെ കൊടുത്താലും വേണ്ടെന്ന് അവര് പറയുകയും ചെയ്തു. ഇതിന്റെ ഒടേക്കാരായ അവർക്ക് വേണ്ടാത്ത മുതല് പിന്നെ നമുക്കെന്തിനാ? പിന്നെ ഇത് നമ്മൾ കൊടുക്കുന്നത് വേറെ ആർക്കും അല്ലല്ലോ, അച്ഛന്റെ അനിയന് തന്നെയല്ലേ. അത് അങ്ങനെ തന്നെ നടക്കട്ടെ. കുഞ്ഞേച്ചി, ഇത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനോ. പക്ഷേ ഇത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി വാങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒരു പ്രശ്നത്തിനും വന്നേക്കരുത്. എന്നെയും എന്റെ കുടുംബക്കാരെയും ഒരു തരത്തിലും ദ്രോഹിക്കാനും പാടില്ല. അതിനെല്ലാം കൂടി ചേർത്താ ഇപ്പൊ ഇങ്ങനെ ഒരു ആധാരം തയ്യാറാക്കി നിങ്ങളുടെ പേരിൽ തരുന്നത്. അയ്യോ, അത് പിന്നെ പറയാനുണ്ടോ? രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു.